ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ബിജു ഗോവിന്ദ്, കോൺട്രാക്ട് സാങ്മ പ്രസിഡൻ്റായിട്ടുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ കേരളത്തിലെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ബിജു ഗോവിന്ദ്. അദ്ദേഹം കേരള രാഷ്ട്രീയ രംഗത്ത് ദീർഘകാലം പരിചയമുള്ള ഒരാളാണ്. നല്ല സംഘാടകനാണ്. സഹകരണ രംഗത്ത് നല്ല ഒരു സഹകാരി എന്നുള്ള നിലയിൽ, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സുപരിചിതനായ ആളാണ്. നമ്മുടെ സംസ്ഥാനത്തെ NDAയിലെ ഘടകകക്ഷിയാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി. നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നാഷണൽ പീപ്പിൾസ് പാർട്ടിയെക്കുറിച്ചും അവരുടെ പ്രവർത്തന പരിപാടിയെക്കുറിച്ചും ഇവിടെ കേരളത്തിലുള്ള അവരുടെ സാന്നിധ്യത്തെക്കുറിച്ചും കേരളത്തിൽ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടിയാണ് ഈ ഇൻ്റർവ്യൂ അദ്ദേഹത്തിനെ ക്ഷണിച്ചിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ബിജു, NPP കേരളത്തിൽ, അതായത് ഇപ്പം മേഘാലയത്തിലാണ് നമ്മുടെ പാർട്ടി ഉള്ളത്. കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്കുള്ള ഒരു സാഹചര്യം, ഒരു സാധ്യത എന്താണ് കാണുന്നത്? നാഷണൽ പീപ്പിൾസ് പാർട്ടി 2013 നമ്മുടെ ആരാധ്യനായ PN സാൻമ അവർ തുടങ്ങി വെച്ച പാർട്ടിയാണ്. 2019 ആയപ്പോഴത്തേക്ക് ഇന്ത്യയിലെ 6ാമത്തെ ദേശീയ പാർട്ടിയായി കഴിഞ്ഞു. ഇതിന് കാരണം സാധാരണ ജനങ്ങളുടെ പാർട്ടി. അദ്ദേഹം നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുമ്പം രാഷ്ട്രത്തിലെ ജനങ്ങളുടെ പാർട്ടി എന്നുള്ള അർത്ഥത്തിലാണ് തുടങ്ങി വെച്ചത്. മേഘാലയയിൽ ട്രൈബൽ ക്രിസ്ത്യനാണ്. മേഘാലയയിലും അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, ഇപ്പോൾ ത്രിപുര, ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ഏത് കക്ഷി ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് PN സാൻമ നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് കോൺഗ്രസ് ജയിക്കുമായിരുന്നു. അദ്ദേഹം 2013 മുതൽ NDAയുടെ ഭാഗമാണ്. ഈ നോർത്ത് ഈസ്റ്റിൽ അതിനുശേഷം BJP ആണ് അധികാരത്തിൽ വരുന്നത്. NDA സഖ്യമാണ് അധികാരത്തിൽ വരുന്നത്. ഇതൊരു മതേതരത്വ പാർട്ടിയാണ്. എന്നാൽ കേരളത്തിൽ കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ അധപ്പതനം, കേരള കോൺഗ്രസുകളുടെ ഒരു സ്പേസ് കേരളത്തിൽ ഈ പാർട്ടിക്ക് വളരെ ഭംഗിയായിട്ട് നേടാൻ കഴിയും. കാര്യം കേരള കോൺഗ്രസ്സുകൾ പഴയ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമെന്ന രീതിയിൽ തന്നെ കേരള കോൺഗ്രസ് നിൽക്കുന്ന സമയത്ത് അവർക്കൊരു ഐഡിയോളജി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം കേരള കോൺഗ്രസ് പല കഷ്ണങ്ങളായി തീർന്നു. ആ സ്പേസ് ഇന്ന് കേരളത്തിൽ NPPക്കുണ്ട്. കാര്യം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും ഇടയിൽ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അത് കേരളത്തിൽ ഉറപ്പായിട്ടും NPPക്ക് ഉണ്ടാവും. അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. NPP എന്ന് പറയുന്നത് ഇപ്പം 2013 PN സാങ്മ കോൺഗ്രസ് വിട്ട് വന്നത് എന്നാണ്. കോൺഗ്രസ് വിട്ടിട്ട് അദ്ദേഹം NCP പോയി. NCPയിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം സോണിയാഗാന്ധിക്കെതിരെ ഒരു കലാപം നടത്തിയാണ് കോൺഗ്രസ് വിടാൻ കാരണം. സോണിയാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ ചോദ്യം ചെയ്ത ഒരാളാണ്. അതെ. അപ്പോൾ കോൺഗ്രസ്സിലെ സോണിയാഗാന്ധിയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ നല്ല കാലിബറുള്ള ഒരു നേതാവിനെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പുറത്തു വന്നത്. എനിക്കൊന്ന് ശരത് പവാറും താരിഖ് അൻവറും താരിഖ് അൻവറും അവരൊക്കെ അദ്ദേഹത്തിനെ സഹായിച്ച ആളാണ്. പിന്നെ അവരെല്ലാം അവരുടേതായ പാർട്ടികളായിട്ട് പോയി. അപ്പോൾ എന്തായാലും ശരി, കോൺഗ്രസ് വിട്ട ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ, ശരത് പവാർ നേരെ മഹാരാഷ്ട്രയിലേക്ക് പോയി. അദ്ദേഹം അവിടെ പിന്നെ NCP രൂപീകരിച്ചു. താരിഖ് അൻവർ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രാദേശികമായി രൂപീകരിക്കുന്നതിനകത്ത് താല്പര്യം കാണിച്ചില്ലയോ അല്ലെങ്കിൽ അതിന് സാധ്യതയില്ലാതായോ, അതെന്നും ആയിക്കോട്ടെ. മമതാ ബാനർജി കോൺഗ്രസ്സുകാരിയായിരുന്നു. അവർ നേരെ പോയി ബംഗാളിൽ ചെന്നിട്ട് അവർ ബംഗാളിലെ മുഖ്യമന്ത്രിയായി. മമതാ ബാനർജി സോണിയാഗാന്ധി പറയുന്നത് കേട്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്നിരുന്നെങ്കിൽ ഒന്നും അല്ലാതായി പോകുമായിരുന്നു. ശരത് പവാറിനും ആ ഗതികേട് വരുമായിരുന്നു. എന്തായാലും സാങ്മ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളിൽ നീങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹം മേഘാലയത്തിൽ മുഖ്യമന്ത്രിയായത്. NPP എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മേഘാലയം, അതുപോലെ തന്നെ ത്രിപുര, നാഗാലാൻഡ്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സഭയുടെ പിന്നെ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നിന്ന്, മേഘാലയയിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വരുന്നതും ഇപ്പോൾ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ മേഘാലയ സംസ്ഥാനം ഭരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ കോൺട്രാക്ട് സാങ്മ. അപ്പോൾ ഈ രണ്ട് കൾച്ചറാണ്. അതായത് മേഘാലയയ്ക്കൊരു കൾച്ചറാണ്,
കേരളത്തിന് വ്യത്യസ്തമായ വേറൊരു സംസ്കാരമാണ്. അത് രാഷ്ട്രീയ സംസ്കാരമായാലും ശരി, അതല്ല നമ്മുടെ ജീവിത രീതി, ആചാര മര്യാദ, അതൊക്കെ അനുസരിച്ചുള്ള മറ്റൊരു കൾച്ചറായാലും ശരി, രണ്ടാണ്. അപ്പോൾ അങ്ങനെ മേഘാലയയിലെ ഒരു പാർട്ടി അതിന് കേരളത്തിലെ സ്പേസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ കേരള കോൺഗ്രസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ്, കേരള കോൺഗ്രസിന് കൃത്യമായി കേരള രാഷ്ട്രീയത്തിലുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായി സഭയുടെ പിന്തുണയും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം നായർ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം, അതാണ് പ്രധാനമായിട്ടുള്ളത്. അവരാണല്ലോ വിമോചന സമരമൊക്കെ നടത്തിയത്. NSSും സഭയുമായിട്ടുള്ളൊരു ബന്ധം അതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ഇവിടെ വളർന്നു വന്നത്. പക്ഷേ കേരള കോൺഗ്രസ് കേരളത്തിൻ്റെ മണ്ണിൽ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതേസമയം NPP മേഘാലയത്തിൽ നിന്നാണ് ഇങ്ങോട്ട് പറിച്ചു നടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവരെ കൂടെ നിർത്താൻ NPPക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ കേരളത്തിലൊരു റൂട്ട് ഉണ്ടാക്കാൻ ആദ്യം കഴിയുള്ളൂ. കാരണം മേഘാലയത്തിൽ നിന്ന് വരുന്ന പാർട്ടി എന്നുള്ള നിലയിലാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ക്രൈസ്തവരെ NPPയോടൊപ്പം നിർത്തണമെങ്കിൽ അതിനനുസരിച്ചൊരു മുദ്രാവാക്യം ഉണ്ടാകണം, അതനുസരിച്ചൊരു പ്രവർത്തന പരിപാടി ഉണ്ടാകണം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ മാത്രം മുന്നേ നിർത്തി നമുക്കൊരു പാർട്ടി ഉണ്ടാക്കാൻ ഒക്കില്ല മുസ്ലിം ലീഗിനോട്. കാരണം ക്രൈസ്തവരങ്ങനെ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളല്ല. കാരണം അവർ കുറച്ചുകൂടെ സെക്കുലറാണ്. എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നുള്ളൊരു ഇൻക്ലൂസീവ് മനോഭാവമുള്ള ആളുകളാണ് കേരളത്തിലെ ക്രൈസ്തവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ സാഹചര്യം ഉപയോഗിച്ച് NPPക്ക് കേരളത്തിൽ വളരാൻ കഴിയുന്നത്? പഴയ കാലത്ത് കോൺഗ്രസ് ആയിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ മുഖ്യ ശക്തിയായിട്ടുണ്ട്. അന്ന് കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ മുഴുവൻ 3/4% ആൾക്കാരും കോൺഗ്രസുമായി സഖ്യകക്ഷ്യത്തിലിരുന്ന ആണ് കേരള കോൺഗ്രസ്. അന്ന് ക്രിസ്ത്യൻസിൻ്റെ കാര്യം പറയുവാൻ കേരള കോൺഗ്രസ്സിന് കെ മാണി സാറും അവരൊക്കെ കോൺഗ്രസ്സിൽ നല്ല സ്വാധീന ശക്തിയായി ഉണ്ട്. ഇന്ന് NDA രാഷ്ട്രീയത്തിൽ ഒരു കേരള കോൺഗ്രസ്സിനും പ്രസക്തിയില്ല. കേന്ദ്രവും ഗവൺമെൻറ്റുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തണമെങ്കിൽ ക്രിസ്ത്യൻസിന് ഇന്ന് കേരള കോൺഗ്രസിനെ സമീപിച്ചിട്ട് യാതൊരു കാരണവും ഒരു കാര്യവുമില്ല. അപ്പം കേരള രാഷ്ട്രീയത്തിൽ NDA ആയിട്ട് നിന്നുകൊണ്ട് ക്രിസ്ത്യൻസിൻ്റെ അവകാശ കാര്യങ്ങൾ എന്ന് വെച്ചാൽ JB കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇന്ന് NDA സഖ്യത്തിലൊരു ക്രിസ്ത്യൻ പാർട്ടി ആവശ്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ നേരിട്ട് ക്രിസ്ത്യൻ സമൂഹം BJPയിലോട്ട് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. എന്നാൽ പഴയകാല കോൺഗ്രസ് നേതാവായിരുന്ന PN സാൻമ തുടങ്ങി വെച്ച പാർട്ടി എന്ന നിലയിലും നമ്മളുടെ NPP ആയി സഹകരിക്കുവാൻ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. അതാണ് ഞാൻ കാണുന്ന ഒരു സ്പേസ്. പിന്നെ അങ്ങനെ പറയുമ്പോഴേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹം കത്തോലിക്കനാണല്ലോ, അദ്ദേഹം BJPയിൽ ചേർന്നു. ജോർജ് കുര്യൻ BJPയിൽ ചേർന്നു. അങ്ങനെ ക്രൈസ്തവരായ പല പ്രമുഖരായ ആളുകളും BJPയിൽ ചേർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ 2020 അവർ ഘടകകക്ഷിയാണ്. BJPയുടെ ക്രൈസ്തവർക്കുണ്ടായിരുന്ന പഴയ അകൽച്ച അതർവൈസ് തന്നെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുമ്പോഴേ എങ്ങനെയാണ് നമ്മൾ NPP ഇതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്? ക്രൈസ്തവരെ കൂടെ നിർത്താൻ എന്ത് പ്രവർത്തന പരിപാടിയാണ് നമുക്കുള്ളത്? ഇന്ന് ക്രൈസ്തവരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ഒരു കർഷക പാർട്ടിയായിട്ടായിരുന്നു. ഇന്ന് ഈ കേരള കോൺഗ്രസ് കർഷക പാർട്ടി എന്നുള്ള ആദർശമൊക്കെ വിട്ടിട്ട് ജേക്കബ്, ജോസഫ്, മാണി ഇന്ന് വിഘടിച്ച് ഇന്ന് അവരുടെ ഒരു ഐഡിയോളജി സ്വന്തം കാര്യം ചിന്താഭാവനായി മാറി. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ മലയോര കർഷകരെ കൂടെ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് NPP വരും. അത് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ന് NDA അവകാശവാദം ഉന്നയിക്കാൻ NPPക്ക് കഴിയും. കാര്യം ഞങ്ങൾ ഇത്രയും സ്റ്റേറ്റിൽ ദേശീയ പാർട്ടിയാണ്. BJP കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിനുള്ള അപ്പർ ഹാൻഡുണ്ട്. അപ്പം ഈ മലയോര മേഖലയിലെ കർഷകരുടെ കാര്യം പറയുവാൻ കേരളത്തിൽ നമുക്ക് നമ്മുടെ പാർട്ടിക്ക് സ്വാധീനമുണ്ടാകും. അതാണ് നമ്മൾ കാണുന്ന സ്പേസ്. ഇപ്പോൾ NPPക്ക് ഏതൊക്കെ സ്റ്റേറ്റിൽ സ്വാധീനമുണ്ട്? ഇപ്പം മേഘാലയ, ത്രിപുര, മിസോറാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലാണ്. ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം നോർത്ത് സ്റ്റേറ്റിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ സൗത്ത് കേരളയിൽ തുടങ്ങി, അതിനുശേഷം തമിഴ്നാട് തുടങ്ങി, ഇപ്പം കർണാടകയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ പ്രവർത്തന മേഖല സൗത്ത് ഇന്ത്യയിലേക്ക് കൂടാതെ ഇപ്പോൾ ത്രിപുരയിലെ 12 MLAമാർ നമ്മുടെ NPPയിലേക്ക് ലയിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രിപുരയിൽ നമ്മുടെ പ്രവർത്തനം ശക്തമായി വന്നിട്ടുണ്ട്.
ത്രിപുരയിൽ BJPയുടെ ഘടകകക്ഷിയാണല്ലോ. അതെ അതെ. ഘടകകക്ഷിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. NDAയും ഉണ്ട്, അതുപോലെ തന്നെ UDFും LDFും. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബിജു കാണുന്നത്? ആർക്കാണ് വിജയസാധ്യത? എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്? ഇന്ന് ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും എന്തായാലും കേരള രാഷ്ട്രീയത്തിലുണ്ടാകുന്നത്. NDA പല ഭാഗത്തും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ കാലയളവിനേക്കാൾ കൂടുതലും ശക്തമായി ഈ പ്രാവശ്യം BJPക്ക് NDA സഖ്യത്തിന് കേരളത്തിൽ MLAമാരുണ്ടാവും, യാതൊരു സംശയവും ഇല്ല. 2031 ആകുമ്പോഴത്തേക്ക് ഏകദേശം ഭരണം പിടിക്കത്തക്കവണ്ണം NDA വളരുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, കോൺഗ്രസ് എല്ലാ സംസ്ഥാനത്തും ഒരു തളർച്ചയുടെ ഘട്ടത്തിലെത്തിക്കുക. അപ്പോൾ ബീഹാറിൽ തന്നെ 6 MLAമാരുണ്ടായിരുന്നു, അവർ നേരെ JDUവിൽ പോയി ചേർന്ന് അങ്ങനെ ബീഹാറിനെ കോൺഗ്രസ് മുക്തമാക്കി. പലയിടത്തെ സ്ഥിതി അതാണ്. മേഘാലയയിലും 2 MLAമാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു, അവർ നമ്മുടെ കൂടെ ജയിച്ചു. അപ്പോൾ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് മറ്റു പാർട്ടികളിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2026 കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആ അധികാരം നിലനിർത്താൻ, വളരാൻ കോൺഗ്രസിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാവും. അവരുടെ ഉള്ളിൽ തന്നെ ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെപ്പറ്റി വളരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും നേതാക്കന്മാരുടെ ഇടയിലും വളരെ ആശയക്കുഴപ്പമുണ്ട്. എല്ലാവരും പറയുന്നത് ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും എന്ന് പറയുമെങ്കിലും കോൺഗ്രസ് ജയിച്ചു വന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകണമെന്നുമില്ല. കാരണം ഇപ്പോൾ കെ സുധാകരൻ കോൺഗ്രസ്സിന് വഴങ്ങേണ്ടി വന്നു. PD സതീശൻ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയാവും. അങ്ങനെ വന്നാൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിൽ തന്നെ ഭിന്നതയുണ്ടായി ഇടയ്ക്ക് വെച്ച് ഭരണം നിർത്തി പോരേണ്ട അവസ്ഥ ഉണ്ടാവുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ശരിക്കും ശിഥിലമായിക്കൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണെങ്കിലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒന്ന് വേരൊടിക്കാൻ അവർക്ക് പറ്റുന്നത്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ രമേശ് ചെന്നിത്തല, VD സതീശനാണെങ്കിൽ VD സതീശൻ, കെ സുധാകരനാണെങ്കിൽ കെ സുധാകരൻ എന്ന് നേരിടുമായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ അവർക്കൊരു വിജയസാധ്യത ഉണ്ടായിരുന്നു. MLAമാർ ജയിച്ചു വന്ന് തീരുമാനിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനകത്ത് വളരെ പൊട്ടിത്തെറി ഉണ്ടാകും. അത് അവരുടെ ഭരണത്തെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കോൺഗ്രസ്സിലെ ഒരു ഭാഗം മറ്റു പാർട്ടിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസ് പിളരുമെന്നാണ് സാധ്യത കാണുന്നത്. ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പോൾ എന്തായാലും ശരി, കോൺഗ്രസിന് 3 അപ്പോൾ അതിനകത്ത് കോൺഗ്രസ്സിന് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നിയുക്ത സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ KC വേണുഗോപാലിന് വരാൻ കഴിയും. ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് KCയുടെ. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിരിക്കാൻ അയോഗ്യനാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, യോഗ്യതയുണ്ട്, യോഗ്യതയില്ലെന്നല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണ് ആരെ മുന്നിൽ നിർത്തി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാതിരിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ ഒരു തന്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ തന്ത്രം ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പലയിടത്തും നാമാവിശേഷമായി പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ തന്ത്രം ഇവിടെ കേരളത്തിൽ പ്രയോഗിച്ചാലും കോൺഗ്രസ് ഇവിടെയും നാമാവിശേഷമാകും. അല്ലാതെ കോൺഗ്രസ് നാമാവിശേഷമാകുന്നതിന് KC വേണുഗോപാലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്തായിരിക്കും? അതായത് ഈ കോൺഗ്രസ് KC വേണുഗോപാലിൻ്റെ അടിസ്ഥാനത്തിലല്ല വളരുന്നത്. കോൺഗ്രസിൻ്റെ എപ്പോഴും നേതാക്കന്മാരുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, പിന്നെ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധി വന്നു, സോണിയാഗാന്ധി വന്നു. ഇത് പ്രശ്നം കോൺഗ്രസിനെ നയിക്കുന്നത് KC വേണുഗോപാലല്ല, നെഹ്റു ഫാമിലിയാണ്. നെഹ്റു ഫാമിലിക്ക് ഉണ്ടാകുന്ന വീഴ്ചയ്ക്ക് KC വേണുഗോപാലിനെ പറഞ്ഞിട്ട് കാര്യം എന്നായിരിക്കുന്നത്? എവിടെയെങ്കിലും തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രാദേശിക നേതാവിന്, ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക്. അങ്ങനെ ശരിയാവും. അല്ല, ഇതിനകത്തൊരു കാര്യം, KCക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല അറിവും ബോധമുള്ള ആളാണ്. അദ്ദേഹം KSU പയ്യന്നൂർ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായി തുടങ്ങി, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി. അദ്ദേഹം ഇന്ന് സംസ്ഥാന മന്ത്രിയായി, അദ്ദേഹം MP ആയി, എല്ലാമുള്ള ആളാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൾസ് അറിയാവുന്ന കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് കേരളത്തിൽ ഞങ്ങളുടെ നേതാവ് ഇന്നാരാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്നാരാണെന്ന്
ആർജവത്തോടെ പ്രഖ്യാപിക്കാതെ എന്തുകൊണ്ട് ഇലക്ഷനെ നേരിടുന്നു? അല്ല, അത് കോൺഗ്രസിനകത്ത് നേരത്തെ കരുണാകരനും ആൻ്റണിയും ഒക്കെ ഉള്ളപ്പോഴൊന്നും മുഖ്യമന്ത്രി ആരാണെന്ന് അവർ പ്രഖ്യാപിക്കാറില്ലല്ലോ. മുഖ്യമന്ത്രി പിന്നെ അങ്ങ് തിരഞ്ഞെടുക്കുകയല്ലേ ഉള്ളൂ, അല്ലാതെ മുഖ്യമന്ത്രി ആരാണെന്ന് നേരത്തെ പ്രഖ്യാപിക്കാറില്ലല്ലോ. ഇപ്പം ഉദാഹരണത്തിന് അതിനകത്ത് കെ സിയുടെ അനുകൂലമായ കക്ഷികൾ പറയുന്നു. കോൺഗ്രസ്സിലെ തന്നെ കെ സി പക്ഷക്കാർ പറയുന്നത് ഞങ്ങളുടെ ലീഡർ കെ സി മുഖ്യമന്ത്രിയാവുമെന്നാണ്. എന്നാൽ മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം 3 പേരാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ളത്. ഒന്ന് കെ സി വേണുഗോപാൽ, മറ്റൊന്ന് രമേശ് ചെന്നിത്തല, മൂന്നാമത് വി ഡി സതീശൻ. താങ്കൾ NPPയുടെ ജനറൽ സെക്രട്ടറിയാണ് എങ്കിൽ പോലും നമുക്ക് ഇവരെക്കുറിച്ചൊക്കെ നമുക്കൊരു വിലയിരുത്തലുണ്ടല്ലോ. അല്ല, മുഖ്യമന്ത്രി ആകാൻ ഈ 3 പേരിൽ ആരാണ് താങ്കൾ യോഗ്യനായിട്ട് കാണുന്നത്? രമേശ് ചെന്നിത്തലയാണ്. അതെന്തുകൊണ്ടാണ്? കാര്യം, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും ഒരുപാട് കാര്യങ്ങൾ, എന്ന് വെച്ചാൽ സർക്കാരിനെതിരെയുള്ള ഒരുപാട് അഴിമതി കഥകളും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. നിർഭാഗ്യവശാൽ അന്ന് കൊറോണ കാലഘട്ടമായതുകൊണ്ട് അതൊന്നും മേശാതെ പോയി. പക്ഷേ അടുത്ത പ്രാവശ്യവും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കോൺഗ്രസ് ഒട്ടും ആലോചിക്കാതെ, അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തെ എടുത്തു മാറ്റുമായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു MLA-മാരിൽ കൂടുതലും ഭൂരിപക്ഷം. രമേശ് ചെന്നിത്തല തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും ഈ കെ സി വേണുഗോപാൽ തൻ്റെ തന്ത്രം വഴി അദ്ദേഹത്തെ എടുത്ത് മാറ്റുകയായിരുന്നു. അത് കോൺഗ്രസ്സിലെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം കോൺഗ്രസിനെ രക്ഷിക്കാനായിരുന്നുവെങ്കിൽ കെ സി എന്ത് ചെയ്യണമായിരുന്നു? കൂടുതൽ MLA-മാർ പറഞ്ഞാൽ ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്തുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ തന്ത്രം നടപ്പാക്കിയത്. വി ഡി സതീശൻ്റെ മോശം പ്രതിപക്ഷ നേതാവാണെന്ന് കരുതുന്നുണ്ടോ? വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അത്രയും ഉയർന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ കാണുന്നില്ല. അല്ല, ഇപ്പോൾ വി ഡി സതീശനെ നമ്മളൊന്ന് പരിഗണിക്കുമ്പോഴേ, ഉദാഹരണത്തിന് ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അവിടെ PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ, അല്ലെ PV അൻവറിൻ്റെ പിന്തുണ തേടണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ അതിനൊന്നും സതീശൻ വഴങ്ങിയില്ല. സതീശൻ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസും മുസ്ലിം ലീഗ് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ചെയ്തില്ല. അങ്ങനെയാണ്, ആ ഒരു നിലപാടാണ് വി ഡി സതീശനെടുത്ത്. ഇപ്പം കെ സുധാകരൻ കലാപക്കൊടി ഉയർത്തിയെങ്കിലും കെ സുധാകരൻ്റെ മുന്നിൽ മുട്ട് നടക്കാതെ നിവർന്ന് നിന്ന ഒരാൾ വി ഡി സതീശനാണ്. അപ്പം രമേശ് ചെന്നിത്തല അതിന് യോഗ്യനാണെന്നുള്ളതിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ വി ഡി സതീശൻ ഈക്വലി കോമ്പിറ്റൻ്റ് അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം എടുത്ത നിലപാടുകൾ, ഈ 1-2 കാര്യങ്ങളിലുള്ള നിലപാടുകളിൽ അടിയുറച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. മറ്റൊരു കൗതുകകരമായ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മമതാ ബാനർജി ബംഗാളിൽ സ്വന്തം കോൺഗ്രസ് ഉണ്ടാക്കി. അതുപോലെ കേരളത്തിൽ രമേശ് ചെന്നിത്തല ഒരു സ്വന്തം കോൺഗ്രസ്, ഭാവന ചോദ്യമായിരിക്കും, കോൺഗ്രസ് ഉണ്ടാക്കിയാൽ NPP ഈ NDA വിട്ട് അദ്ദേഹവുമായിട്ട്, ആ കോൺഗ്രസുമായിട്ട് സഖ്യത്തിലേർപ്പെടുന്നു. NPP ഞങ്ങൾ ദേശീയ നേതൃത്വം പറയുന്ന കാഴ്ചപ്പാടിൽ നിൽക്കുന്ന കേരളത്തിലെ ഘടകമാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ കോൺഗ്രസുമായി ബന്ധം ഉപേക്ഷിച്ച് NDA പക്ഷത്ത് വന്നതാണ്. കോൺഗ്രസ്സിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആര് കോൺഗ്രസ് ഉണ്ടാക്കി പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും ഞങ്ങൾ NPP ആയി തന്നെ നിൽക്കത്തുള്ളൂ. നമുക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അങ്ങനെ വരുന്ന പലരും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിലെ പകുതിയോളം നേതാക്കന്മാർ BJP-യിലേക്ക് വരാനോ അല്ലെങ്കിൽ NDA-യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രമുഖരായ ചില കോൺഗ്രസ് നേതാക്കന്മാരെ NPP-ക്കും പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ നിരാശരായ കോൺഗ്രസ് നേതാക്കന്മാർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നത് പോലെ NPP-യിലേക്കും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലുമായിട്ട് വല്ല ചർച്ച വല്ലതും നടത്തിയിട്ടുണ്ടോ? ഇല്ല, ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. പല നേതാക്കന്മാർക്കും ആഗ്രഹമുണ്ട് എന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ തീർച്ചയായിട്ടും NPP-യിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നിരാശരായ കോൺഗ്രസ്സുകാർ NPP-യിലേക്ക് വരുമ്പോൾ അവരെ കൂടെ ചേർത്ത് NPP-യുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിച്ച് ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോകാനാണ് NPP യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. എന്തായാലും ശരി, ജനഭൂമിക്കൊരു അഭിമുഖം തന്നതിൽ നന്ദിയുണ്ട്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.